എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ഒച്ചത്തിൽ ചുമച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യെന്ന തുടങ്ങിക്കോട്ടെ. അപ്പ തുടങ്ങും ഒരു ചുമ. ഒരൊറ്റ ചുമയ്ക്ക് അകത്തിരിക്കുന്ന ചെമ്പകാലം വരെ കിളിഞ്ഞു. നിക്കറിടാതെ നടന്നിരുന്നതാ. കാര്യം വല്ല മനുഷ്യ പറഞ്ഞത്. ഞാൻ സണ്ണിക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പഴേ നോക്കിയേ, കോട്ടും ടൈയും പത്രാസുകാരനായി. എടാ സണ്ണിക്കുട്ടി, ഈ ടൈക്ക് എന്നാ വില വരും? ഇവിടുത്തെ ഏകദേശം 6000 രൂപ വരും മമ്മി. 6000 രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളർ TV മേടിച്ചുകൂടെ? വാങ്ങാം. പക്ഷെ TV വാങ്ങി കഴുത്തെ കെട്ടി തൂക്കാൻ പറ്റില്ലല്ലോ. നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഒരു സെന്റിന് ഇത്രയും മണമാണെങ്കിൽ 2 ഏക്കറിന് എങ്ങനെ മണമായിരിക്കും? ഭയങ്കര മണമായിരിക്കും അറിയേ. എന്താ പേര്? മത്തായി. അല്ല അപ്പച്ച, ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മിസ്റ്റർ മത്തായി അല്ല മിസ്റ്റർ അപ്പച്ചൻ. നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പൊക്കത്തിൽ ഒരു ചെടി ഇങ്ങനെ ഉണ്ട കായ് കെട്ടി. എന്താണത്? അതാണ് തെങ്ങ്. അതിന് തൊട്ടത്താഴെ വലിയൊരു കുഴി. അമേരിക്കയിൽ ഇതൊന്നുമില്ല. കമ്പി വന്നിരുന്നു. കുറച്ച് മണലും സിമെന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണിയൊന്നും തീർക്കായി. കമ്പി വന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവര് വരത്തില്ലെന്ന്. ജോണിക്കുട്ടി ഇന്ന് ലണ്ടൻ എത്തി. അല്ല, ലണ്ടനിൽ നിന്ന് ജോണിക്കുട്ടി എത്തി. ജോണിക്കുട്ടിയേ, കൊല്ലങ്ങൾ കൂടി കാണുന്നതല്ലേ, കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ. എടാ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ അമ്മയെ സോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ലടാ, അനാവശ്യം പറയരുത്. കടയിൽ മുദ്രപത്രം വാങ്ങിക്കുമ്പോ പോലെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നെ എന്തിനാണ് നേരം വെളുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ മൂത്തതാ. എന്നെക്കാളും മൂത്തതല്ലടാ നിന്റെ ഭാര്യ. അച്ഛപ്പ അല്ല അപ്പച്ച, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രമിച്ച അടുത്തു പോ. മറിയേ അടുത്തുകൂടി. ഞാനും അകത്ത് പോവുക. നീ ഒറ്റക്ക് നിന്ന് കൊതി തീരുള്ള സംസാരിക്കും. ഒരു സിഗ്നൽ തന്നാ മതി, ഞാനിങ്ങ് ഓടി എത്തിക്കോളാം. നിങ്ങൾ അവനെ വിഷമിപ്പിക്കാതെ. പാവം എന്റെ മോൻ, അവനാകെ കറുത്ത് കോലം കെട്ടുപോയി. അത് ക്ലൈമറ്റ് പിടിക്കാഞ്ഞിട്ടാ. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് എന്നല്ല ആരും പിടിക്കില്ല. അതെ, എങ്ങനെയുണ്ടാ നിന്റെ ലണ്ടൻ ജീവിതമൊക്കെ? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അതല്ലേ പറയാ. അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുറുകാങ്കടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാര് കൂടെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല. അറിയോ? നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ നിന്ന് അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. മക്കളും കൂടെ തല്ലി പിടിക്കാതെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെ അടിപൊളിയാക്കാന്ന് പറ. നമ്മുടെ 4 പേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മള് 4 പേരുമല്ല, ദാ ഇരിക്കണവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? കുപ്പി പൊട്ടിക്കാനാണോ? എന്തോ ഒരു കുഴമ്പിന്റെ കഷായത്തിന്റെ കുപ്പി അതേ അപ്പുറത്ത് കിടക്കുന്നത്. എന്റെ മോനെ ഇഷ്ടം പോലെ തല്ലി പൊട്ടിച്ചു. എന്റെ അമ്മച്ചി, ഞങ്ങൾ നേരം വെളുക്കണവരെയൊന്ന് വെള്ളം അടിക്കാൻ പോവാന്ന്. നേരം വെളുക്കണവരെയോ ഉച്ച വരെയോ വെള്ളം ഒഴിച്ചോ. പക്ഷെ അതേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, മോട്ടോർ കേടാക്കരുത്. ആ വെള്ളമടിയല്ല ഈ വെള്ളമടി. വൈകിട്ട് എന്താ പരിപാടി? ആ പരിപാടി കണ്ടോ, അപ്പച്ചന് കാര്യം പിടികിട്ടി. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി വാഗറിന്റെ ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചൻ അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് പ്ലേറ്റിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്താ മോൻ അപ്പച്ച കൊണ്ടുവന്ന കുപ്പി എങ്ങാനും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ വ്യാജ് കൊന്നേനെ. മക്കളും കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ കൈ കഴുകിട്ട് പെട്ടെന്ന് ടേബിളിലോട്ട് വന്നേ. എന്തിനാ അമ്മച്ചി? നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ഇപ്രാവശ്യത്തെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ അപ്പച്ച? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെന്ന് അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയില് നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ ഓർമ്മ തേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, തേക്കല്ലടാ കേക്ക്. കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനോട് പറഞ്ഞു? അല്ല, എന്റെ പൊന്നു മക്കളെ, സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നു പറയാം, അപ്പൻ ഇനി അധികം നാളെ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം വെപ്പം നടത്തണം. എന്റെ പൊന്നു മക്കളെ, അതെനിക്കറിയാം. അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതി കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്ത മോനായ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായ ജോളിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കട്ടിക്ക് തന്നെങ്കിലേ പറ്റൂ. അയ്യോ, നിനക്ക് കട്ടിക്കും ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും
കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും. തന്നാ ആ എനിക്കാ ഓ എന്റെ അപ്പച്ചാ, എന്റെ പുന്നാര അപ്പച്ചാ. എടാ ജോണിക്കുട്ടിയെ, നീയല്ലേ പറഞ്ഞ അപ്പച്ചന്റെ ഒന്നുമില്ലെന്ന്? കണ്ടോ, അപ്പച്ചൻ ഇതൊക്കെ പൂത്തി വെച്ചേക്കാണ്. എന്റെ പുന്നാര അപ്പച്ചാ. അപ്പച്ചാ, ഇളയമോൻ ജോണിക്കുട്ടിക്ക് എന്തൊക്കെയാ അപ്പച്ചാ തരാൻ പോണത്? നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. അപ്പച്ചാ, അപ്പച്ചാ, സണ്ണുകൂട്ടിയായി ആ എടാ സണ്ണുകൂട്ടിയായി എന്നാ നമ്മുടെ അപ്പച്ച ഒരു പാവാടാ. അപ്പച്ച പാവാടയാണ്. അപ്പച്ച ഒരു പാവാണെന്ന്. അപ്പച്ചൻ പാവാ. എടാ അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്താ ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്ന കാര്യമാണോ? എടാ നമുക്ക് എഴുതി തരുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പച്ചാ, അപ്പച്ചോ, ആ അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ ഇതൊക്കെ എവിടെ നിർത്തിട്ട് തരുമെന്നാണ് ആലോചിക്കുന്നത്. എന്റെ ആണെങ്കിൽ ഒരു 10 രൂപയേ ഉള്ളു. അപ്പച്ചാ.